അല്പം മലയാളം പഠിച്ചാലോ? പരീക്ഷയ്ക്ക് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയിലാണ് മലയാളം. അപ്പൊ അവിടെ നമുക്ക് എന്തൊക്കെ പഠിക്കാം? ഒറ്റ പദത്തെ കുറിച്ച് മനസ്സിലാക്കാം. പരനെ സംബന്ധിച്ചത് പരകീയം. എന്താണ്? പരനെ സംബന്ധിച്ചത് പരകീയം. ഇനി സ്വന്തത്തെ സംബന്ധിച്ചത് സ്വകീയം. സ്വന്തത്തെ സംബന്ധിച്ച് എന്താണ്? സ്വകീയം. അടുത്തത് തേജസ്സിനെ സംബന്ധിച്ചത് തൈജസം. തേജസ്സിനെ സംബന്ധിച്ചത് തൈജസം. അടുത്തത് ഗ്രാമത്തെ സംബന്ധിച്ചത് ഗ്രാമ്യം. ഗ്രാമത്തെ സംബന്ധിച്ചത് ഗ്രാമ്യം. അടുത്തത് സൂര്യനെ സംബന്ധിച്ചത് സൗരം. സൂര്യനെ സംബന്ധിച്ചത് സൗരം. ഇനി വനത്തെ സംബന്ധിച്ചത് വന്യം. ഒന്നുകൂടെ നോക്കാം. ഒറ്റപ്പദങ്ങളാണ് മനസ്സിലാക്കുന്നത്. പരനെ സംബന്ധിച്ചത് പരകീയം. ഇനി സ്വന്തത്തെ സംബന്ധിച്ചത് സ്വകീയം. അടുത്തത് തേജസ്സിനെ സംബന്ധിച്ചത് തൈജസം. ഇനി ഗ്രാമത്തെ സംബന്ധിച്ച് എന്താണ്? ഗ്രാമ്യം. സൂര്യനെ സംബന്ധിച്ചതോ സൗരം. വനത്തെ സംബന്ധിച്ചത് വന്യം. അടുത്ത് നോക്കിയേ. അടി മുതൽ മുടി വരെ അടിമുടി. അടി മുതൽ മുടി വരെ അടിമുടി. പാദം മുതൽ ചൂടം വരെ ആപാദചൂടം. പാദം മുതൽ ചൂടം വരെ ആപാദചൂടം. കേശം മുതൽ പാദം വരെ. കേശം മുതൽ പാദം വരെ കേശാദിപാദം. പാദം മുതൽ കേശം വരെ. പാദം മുതൽ കേശം വരെ പാദാദികേശം. ഇനി മൂലം മുതൽ അഗ്രം വരെ ആമൂലാഗ്രം. മൂലം മുതൽ അഗ്രം വരെ ആമൂലാഗ്രം. ബാലൻ മുതൽ വൃദ്ധൻ വരെ ആബാലവൃദ്ധം. നഖം മുതൽ ശിഖം വരെ നഖശിഖാന്തം. ഒന്നുകൂടെ നോക്കാം. അടി മുതൽ മുടി വരെ അടിമുടി. അടി മുതൽ മുടി വരെ അടിമുടി. പാദം മുതൽ ചൂടം വരെ ആപാദചൂടം. പാദം മുതൽ ചൂടം വരെ ആപാദചൂടം. കേശം മുതൽ പാദം വരെ കേശാദിപാദം. കേശം മുതൽ പാദം വരെ കേശാദിപാദം. പാദം മുതൽ കേശം വരെ പാദാദികേശം. പാദം മുതൽ കേശം വരെ പാദാദികേശം. മൂലം മുതൽ അഗ്രം വരെ ആമൂലാഗ്രം. മൂലം മുതൽ അഗ്രം വരെ ആമൂലാഗ്രം. ബാലൻ മുതൽ വൃദ്ധൻ വരെ ആപാലവൃദ്ധം. ബാലൻ മുതൽ വൃദ്ധൻ വരെ ആപാലവൃദ്ധം. നഖം മുതൽ ശിഖം വരെ നഖശിഖാന്തം. നഖം മുതൽ ശിഖം വരെ നഖശിഖാന്തം.